മുഖ്യമന്ത്രിക്ക് കോഴ നൽകിയെന്ന് സരിതാ നായർ സോളാർ കമ്മീഷനിൽ. ഉമ്മൻചാണ്ടിക്ക് വേണ്ടി തോമസ് കുരുവിളക്ക് കൈമാറിയത് 1,90,00,000 രൂപ. നുണപരിശോധനയ്ക്ക് തയ്യാർ. 1,90,00,000 രൂപ എന്റെ നേരിട്ട് ഉള്ള അറിവിൽ ഞാൻ ഇടപെട്ട് നിന്ന് തോമസ് കുരുവിള മുഖാന്തരം കൊടുത്തതാണ്. താൻ പണം വാങ്ങിയെന്ന് കേരളം വിശ്വസിക്കില്ലെന്ന് ഉമ്മൻചാണ്ടി. നാട്ടുകാർക്ക് മുന്നിൽ മുഖ്യമന്ത്രി നഗ്നനായെന്ന് VS. 10 ദിവസം മുമ്പ് പുതുതുല്യൻ 10 ദിവസം കഴിഞ്ഞപ്പോൾ എന്താ പറയുന്നത്? കേരളം ഇന്ത്യ രാജ്യത്തിന്റെ മുമ്പിൽ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വന്ന ഈ ഗതികേടിൽ എല്ലാ മലയാളികളോടൊപ്പം ഞാനും ദുഃഖിക്കുന്നു. കമ്മീഷന് മൊഴി നൽകുന്നതിന് തലേന്ന് സരിതയെ ഫോണിൽ വിളിച്ച് തമ്പാനൂർ രവിയുടെ സ്വാധീന ശ്രമം. ആര്യാടൻ മുഹമ്മദിന് 40 ലക്ഷം രൂപ കോഴ നൽകിയെന്ന് സോളാർ കമ്മീഷന് മുന്നിൽ സരിത. പണം നൽകിയത് PA കേശവൻ മുഖേന 2 ഘട്ടമായി. നിഷേധിച്ച് ആര്യാടൻ. പണം വാങ്ങിയിട്ടില്ല, ഒരു ആനുകൂല്യവും നൽകിയിട്ടുമില്ല. പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ സ്വരം കടുപ്പിച്ച് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയെ പുറത്താക്കാൻ ഗവർണർ ഇടപെടണമെന്ന് VS അച്യുതാനന്ദൻ. തമ്പാനൂർ രവി അറസ്റ്റ് ചെയ്യണം. രാജി ആവശ്യപ്പെട്ട് വെള്ളിയാഴ്ച സംസ്ഥാന വ്യാപക പ്രതിഷേധമെന്ന് LDF കൺവീനർ. CBI അന്വേഷണം വേണമെന്ന് BJP. K. ബാബുവിന്റെ രാജി സ്വീകരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്ന K. ബാബുവിന്റെ ഹർജിയിൽ ഹൈക്കോടതി നാളെ കൂടുതൽ വാദം കേൾക്കും. കോഴ വാങ്ങിയവർ ഇനിയും മന്ത്രിസഭയിലുണ്ടെന്ന് പിണറായി വിജയൻ. UDF സർക്കാരിന്റെ മദ്യനയം തിരുത്തുമെന്ന സൂചന നൽകി പിണറായി വിജയൻ. സാധ്യമാകുന്നിടത്ത് ദേശീയപാതയ്ക്ക് 60 മീറ്റർ വരെ വീതിയാകാം. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി നടപ്പാക്കണമെന്നും പിണറായി. സോളാർ പദ്ധതി നടപ്പാക്കാൻ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഡൽഹിയിലെ സഹായി തോമസ് കുരുവിളക്ക് 1,90,00,000 രൂപ നൽകിയെന്ന് അന്വേഷണ കമ്മീഷനിൽ സരിതാ നായർ മൊഴി നൽകി. 2 കോടി ആവശ്യപ്പെട്ട ഊർജ്ജമന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ നിർദ്ദേശപ്രകാരം മന്ത്രിയുടെ PA കേശവന് 40 ലക്ഷം രൂപ നൽകി. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ കടപ്ലാമറ്റത്ത് വെച്ചല്ല ആദ്യമായി കണ്ടതെന്നും അതിനു മുമ്പ് തന്നെ കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ട് എന്നും സരിത മൊഴി നൽകി. ആര്യാടൻ മുഹമ്മദിനെതിരെയാണ് സരിത ആദ്യം ആരോപണം ഉന്നയിച്ചത്. സോളാർ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ആര്യാടനെ കണ്ടത്. എന്നാൽ ഇതിനുശേഷം ആര്യാടന്റെ PA കേശവൻ 2 കോടി രൂപ ആവശ്യപ്പെട്ടു. ഇത്രയും തരാനില്ലെന്ന് പറഞ്ഞ സരിത 25 ലക്ഷം രൂപ ആര്യാടന്റെ വസതിയിലും 15 ലക്ഷം രൂപ പുറത്തുവച്ചും നൽകി. ഇതിനുശേഷമാണ് മുഖ്യമന്ത്രിക്ക് 1,90,00,000 രൂപ നൽകിയെന്ന് സരിത കമ്മീഷന് മൊഴി നൽകിയത്. 2012 ഡിസംബർ 27 ദില്ലിയിൽ വെച്ച് തോമസ് കുരുവിള മുഖേനയാണ് ആദ്യം 1,10,00,000 രൂപ നൽകിയത്. തുടർന്ന് ഇടപ്പഴിഞ്ഞിയിൽ വെച്ച് 80 ലക്ഷം രൂപ നൽകിയെന്നും സരിത പറഞ്ഞു. ജിക്കുമോനാണ് പണമിടപാടുകൾക്കായി തന്നെ ബന്ധപ്പെട്ടിരുന്നത്. 7 കോടി രൂപയാണ് ജിക്കു ആവശ്യപ്പെട്ടതെന്നും സരിത മൊഴി നൽകി. അതേസമയം കമ്മീഷന് മുൻപിൽ പറഞ്ഞ കാര്യങ്ങൾ സരിത മാധ്യമപ്രവർത്തകരുടെ മുൻപിലും ആവർത്തിച്ചു. 1,90,00,000 രൂപ എന്റെ നേരിട്ട് ഉള്ള അറിവിൽ ഞാൻ ഇടപെട്ട് നിന്ന് തോമസ് കുരുവിള മുഖാന്തരം കൊടുത്തതാണ്. CM-ന് നേരിട്ട് കൊടുക്കാൻ കയ്യിൽ വാങ്ങിക്കാനുള്ള ഒരു അവസ്ഥയല്ല. 2, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം അറിയുക, ആരെയും ഞാൻ ഏൽപ്പിക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ തോമസ് കുരുവിളയുമായിട്ട് ബന്ധപ്പെടാനായിരുന്നു. മല്ലേലി ശ്രീധരൻ നായരോടൊപ്പവും അല്ലാതെയും പലതവണ സെക്രട്ടേറിയറ്റിൽ വെച്ച് മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്. TC മാത്യുവിന്റെ പരാതി ലഭിച്ചപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിളിച്ചെന്നും ഗണേഷ് കുമാറിന്റെ PA മുഖേനയാണ് മുഖ്യമന്ത്രിയെ ആദ്യമായി കണ്ടതെന്നും സരിത S. നായർ പറഞ്ഞു. വിവാദ കത്ത് ഹാജരാക്കാതിരിക്കാൻ ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയെങ്കിലും സോളാർ കമ്മീഷന് മുമ്പിൽ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന വെളിപ്പെടുത്തലുകളാണ് സരിത S. നായർ നടത്തിയിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ ഉമ്മറിനൊപ്പം ടോബി ജോൺസൺ, മീഡിയ 1, കൊച്ചി. കോൺഗ്രസ് നേതാവ് ശ്രീ T. സിദ്ദിഖ് കോട്ടയം സ്റ്റുഡിയോയിൽ, CPM നേതാവ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ തിരുവനന്തപുരത്ത്, അഡ്വക്കേറ്റ് K. രാംകുമാർ നിയമവിദഗ്ധൻ കൊച്ചി സ്റ്റുഡിയോയിൽ, മാധ്യമപ്രവർത്തകനായ ശ്രീ A. സജീവൻ കോഴിക്കോട് സ്റ്റുഡിയോയിലുമായി ചർച്ചയിൽ പങ്കെടുക്കും. ശ്രീ PC ജോർജിനെ ഞങ്ങൾ ടെലിഫോണിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം ശ്രീ T. സിദ്ദിഖ്, തനിക്കെതിരായ ആരോപണങ്ങൾ കേരളം വിശ്വസിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇന്ന് പറഞ്ഞത്, നല്ല ആത്മവിശ്വാസത്തോടെ. എന്തുകൊണ്ട്, ഏത് പോയിന്റുകളാൽ, കാരണങ്ങളാൽ മുഖ്യമന്ത്രിയെ വിശ്വസിക്കണം, സരിതയുടെ ആരോപണങ്ങൾ അവിശ്വസിക്കണം കേരളം? ഒന്ന്, കേരളത്തിലെ കോടതികളിൽ 58 കേസുകൾക്കായി കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും കയറി ഇറങ്ങുന്ന സരിതാ നായർ ഒരു കോടതിയിൽ പോലും ഇതുവരെ ഈ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടില്ല. SIT യോട് പറഞ്ഞിട്ടില്ല,
പോലീസിന് FISF കൊടുത്തപ്പം പറഞ്ഞിട്ടില്ല. മാത്രമല്ല സോളാർ ജുഡീഷ്യൽ കമ്മീഷന്റെ മുമ്പിൽ നേരത്തെ കൊടുത്ത മൊഴികളിൽ ഇത് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ബിജു രാധാകൃഷ്ണൻ കൊടുത്ത മൊഴിയിലും ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഒരു രീതിയിലുള്ളതായിരിക്കുന്ന കാര്യങ്ങളും സൂചിപ്പിച്ചിട്ടില്ല. ഒരാഴ്ച മുമ്പ് വരെ സരിത പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിതൃതുല്യൻ ആണ്. അപ്പോൾ പിതൃതുല്യനായ മുഖ്യമന്ത്രി ഇന്ന് എങ്ങനെയാണ് ഇത്രയും വലിയ അഴിമതിക്കാരനായി മാറിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സനീഷ, എൻ്റെ കയ്യിലൊരു വാട്സപ്പ് ഉണ്ട്. ആ വാട്സപ്പിൽ സരിതാ നായരുടെ സംസാരമുണ്ട്. നിങ്ങൾക്കും കിട്ടിക്കാണും. ആ വാട്സപ്പിൽ സരിതാ നായർ പറയുന്നുണ്ട്, എനിക്ക് ജയരാജൻ 10 കോടി രൂപ എനിക്ക് വാഗ്ദാനം ചെയ്തു. ആ 10 കോടി രൂപ വാഗ്ദാനം ചെയ്തത് മുഖ്യമന്ത്രിയുടെ പേര് പറയുന്നതിന് വേണ്ടിയാണ്. 1. 2, 2014 ഏപ്രിൽ മാസം 16-ാം തീയതി സരിതാ നായരുടെ മുഴുനീള ഇന്റർവ്യൂ ഇന്ത്യ ടുഡേ മാഗസിനിൽ വന്നു. ആ ഇന്ത്യ ടുഡേ മാഗസിനിൽ സരിത പറയുന്നുണ്ട്, ഉമ്മൻചാണ്ടിയെ കുരുക്കാൻ CPM 10 കോടി വാഗ്ദാനം ചെയ്തു. PC ജോർജ് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ ശ്രമിച്ചു. അതിൽ ഓരോ കാര്യങ്ങൾ എണ്ണി CPMന്റെ നടപടികളും ഇടപെടലും പറയുകയാണ്. ഈ ഗൂഢാലോചന ഇന്ന് നടന്നിട്ടുള്ള ഡെലിബറേഷൻസ് ഒരു ഗൂഢാലോചനയാണ്. മാർക്സിസ്റ്റ് മദ്യമാഫിയ ഗൂഢാലോചനയാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായി മറുപടി പറയേണ്ടത് CPM ആണ്. ശ്രീ പിണറായി വിജയൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ പൂട്ടിയതായിരിക്കുന്ന ബാറുകൾ, മദ്യനയം ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസത്തിലാണ് ബാർ ഉടമകൾ, അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ ആലോചിച്ചിട്ട് തുറക്കാൻ ആവശ്യമായ നടപടി എന്നുള്ള കാര്യത്തിൽ പറഞ്ഞിരിക്കുക. അവർ വലിയ സന്തോഷത്തിലാ. ഈ ഗവൺമെന്റ് അട്ടിമറിക്കണം. ഞാൻ ചോദിക്കുന്നു, മാന്യന്മാർക്കെതിരെ രാഷ്ട്രീയം നേരിട്ട് നടത്തിയാൽ നിങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾ നടത്തിയ വികസനം 1, ഞങ്ങൾ നടത്തിയ ക്ഷേമ പ്രവർത്തനം 2, മുഖ്യമന്ത്രിയുടെ കഠിനാധ്വാനം 3, ഈ 3 കാര്യങ്ങൾ കൊണ്ട് നേരായ വഴിയിലൂടെ ഞങ്ങളെ നേരിടാൻ കഴിയാത്തവർ നേരത്തെ ബിജു രാധാകൃഷ്ണനെ കൊണ്ട് CD വിവാദം ഉണ്ടാക്കി. തിരിച്ചു വരാം ശ്രീ സിദ്ദിഖ്, താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, CPM ആണ്, പ്രതിപക്ഷമാണ് മോശം കളി കളിക്കുന്നത് എന്നതാണ് ഈ ദിവസത്തെയും ആരോപണം കോൺഗ്രസിന്റെ. അല്ല, ഇന്ന് സിദ്ദിഖിൻ്റെ പ്രസ്താവന കേട്ടാൽ കാശ് വാങ്ങിച്ചവരും കൊടുത്തവരും പീഡിപ്പിച്ചവരും പീഡിക്കപ്പെട്ടവരും അവരെല്ലാം കുഴപ്പമില്ല. വെറുതെ പുറത്ത് വയ്ക്കുന്ന പ്രതിപക്ഷവും മാർക്സിസ്റ്റ് പാർട്ടിയുമാണ് കുഴപ്പം. ഉള്ളത് പറയണ്ടേ സിദ്ദിഖ്? യഥാർത്ഥത്തിൽ ഇവിടെ CPMനെ ഇവരെ ഒരു ഉപകരണമാക്കി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ്? എന്ത് ബന്ധമാണ് CPMും സരിതയുമായിട്ടുള്ളത്? ഇവിടെ ഒരു ഒരു വിദ്യാസമ്പന്നയായ ഒരു യുവതി ഒരു ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടി വന്ന് നിങ്ങൾ അവരെ അഭിസാരിയാക്കി. CPMക്കാരെങ്കിലും ആ പട്ടികയിലുണ്ടോ? 13ഓളം മന്ത്രിമാരും MLAമാരും MP-മാരും ഒക്കെ ഭരണകക്ഷിയിൽപ്പെടുന്നവർ. ഇങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസമുള്ള യുവതിയുവാക്കൾ എങ്ങനെയാണ് ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു വ്യവസായ തൊഴിൽ സംരംഭത്തിന് വരാൻ അവർക്ക് സാധിക്കുമോ? വരുന്നവരെല്ലാം ഈ പരിധിയിലല്ലേ? എന്നിട്ട് അവളുടെ പേരിൽ കുറേ കേസുണ്ട്. ആ കേസുള്ള കുറ്റവാളി കൊടുക്കുന്ന മൊഴിയൊന്നും വിശ്വസിക്കാൻ നിവർത്തിയില്ല. സോളാർ കമ്മീഷന് മുമ്പിലല്ലേ എല്ലാം വന്നിരിക്കുന്നത്. സിദ്ദിഖ് എടുത്ത് കാണിക്കുന്ന എല്ലാ എവിഡൻസും സോളാർ കമ്മീഷന് മുമ്പിലല്ലേ വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ സോളാർ കമ്മീഷനിൽ സരിത പറഞ്ഞിരിക്കുന്നതൊക്കെ വസ്തുതാ വിരുദ്ധമാണ്. ഒരു ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കലാണെങ്കിൽ നിയമപരമായ നടപടിയെടുക്കാൻ തയ്യാറുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ സോളാർ കമ്മീഷന് മുമ്പിൽ തെളിവ് എടുത്ത മിസ്റ്റർ സെൻകുമാർ DGP എന്താ പറഞ്ഞത്? ഒരു IG ജോസ് ഇത് സംബന്ധിച്ചുള്ള ടെലിഫോൺ കോൾ മുഴുവൻ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു, അതെല്ലാം നശിപ്പിച്ചിരിക്കുന്നു. ആര് പറഞ്ഞിട്ട്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ആൾക്കാർ വിളിച്ച ടെലിഫോൺ കോൾ മുഴുവൻ നശിപ്പിക്കാൻ ജോസിന് ആരധികാരം കൊടുത്തു? ആരാ പറഞ്ഞത്? വെളിയിൽ നിൽക്കുന്ന സരിതയെ പോലുള്ള വേറെ കേസ് പ്രതിയായ ഒരാളല്ലല്ലോ. കേസെടുക്കാൻ ബാധ്യതയുള്ള ചുമതലപ്പെട്ട കേരള പോലീസിൻ്റെ തലവനായ DGP സെൻകുമാർ പറയുകയാണ്. എങ്ങനെയാണ്? എന്നിട്ട് ഇതിനെയൊക്കെ ജസ്റ്റിഫൈ ചെയ്യാൻ നിങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നതാണ് അത്ഭുതം. ഒരു നിമിഷം, ഞാൻ തിരിച്ചു വരാൻ താങ്കളിലേക്ക്. ആ വിഷയങ്ങളിലേക്ക് ഞാനൊന്ന് തിരിച്ചു വരാം. എന്തുകൊണ്ട് ആര്യാടൻ മുഹമ്മദിനെ ന്യായീകരിക്കാത്തത്? ഞാൻ തിരിച്ചു വരാം. ആ വിഷയങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഈ മന്ത്രിസഭയിൽ അമ്പ് കൊള്ളാത്ത, ഈ ആക്ഷേപത്തിന് അമ്പ് കൊള്ളാത്ത ഏത് മന്ത്രി ഇനി അവശേഷിക്കുന്നു? ഞാൻ തിരിച്ചു വരാം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് K. രാംകുമാർ, ഇതുവരെ ഒരിടത്തും പറയാത്ത ആരോപണമാണ് ഇപ്പോൾ വന്ന് സരിത S. നായർ സോളാർ കമ്മീഷന് മുമ്പിലും മാധ്യമങ്ങൾക്ക് മുന്നിലും പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്രധാനപ്പെട്ട ഇതിനെതിരായിട്ടുള്ള വിമർശം? അതിപ്പോൾ സിദ്ദിഖ് ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെയും അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിലും പിന്നീട് സുധീരൻ്റെ യാത്രക്കകത്തും അദ്ദേഹം പറഞ്ഞത്
10 ദിവസം മുമ്പ് വരെ പിതൃതുല്യനായിരുന്ന ഞാൻ എങ്ങനെയാണ് ഇന്നിപ്പോൾ തട്ടിപ്പുകാരനായി മാറിയത്, ഇതുവരെ അവർ ഉന്നയിച്ചിട്ടില്ലല്ലോ എന്നതാണ്. ഇതുവരെ അവർ പറയാത്തത് കൊണ്ട് അവരിന്ന് പറയുന്ന ആക്ഷേപത്തിന് മുന കുറഞ്ഞു പോകുന്നുണ്ടോ? അവരെ പൂർണ്ണമായി വിശ്വസിക്കാനാകുന്ന ഒരാളല്ല, തട്ടിപ്പ് കേസിലെ പ്രതിയാണ് അവർ. പൂർണ്ണമായി വിശ്വസിക്കണമോ വേണ്ടയെന്ന് രാഷ്ട്രീയ പ്രവർത്തകരല്ല തീരുമാനിക്കേണ്ടത്. അതിനാണ് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു റിട്ടയർഡ് ജഡ്ജിയാണ്, സത്യസന്ധനാണ്, ധൈര്യമുള്ള ആളാണ്. അദ്ദേഹം വിലയിരുത്തി റിപ്പോർട്ട് കൊടുക്കും. പക്ഷേ അതിനിടയ്ക്ക് ആ മൊഴിയിൽ ഭയപ്പെട്ട് ഒരു KPCC സെക്രട്ടറി എന്തിനാണ് ഇടപെട്ടത്? മുഖ്യമന്ത്രിയായി ഏറ്റവും അടുപ്പമുള്ള ഒരാളാണല്ലോ. അതും പോട്ടെ, ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 3 പേരും മുഖ്യമന്ത്രിയുടെ മനസ്സാപ്പി സൂക്ഷിപ്പുകാരനായ ഡൽഹിയിലെ തോമസ് കുരുളവും ഈ സ്ത്രീയുമായി എപ്പോഴും ടെലിഫോണിലും ബന്ധപ്പെടുന്നത് എന്തിനാണ്? അപ്പോൾ ഇത് പൊതുവായ ഒരു സ്വഭാവം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കാണിക്കുന്നതിൽ എന്തോ ഒളിച്ചു വയ്ക്കാനുണ്ട് എന്ന കാര്യം ഈ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റും. അതിനും പുറമെ ഈ സ്ത്രീയുടെ നടപടികളെക്കുറിച്ച് പരാതി പറയുന്ന ശ്രീധരൻ നായരും TC മാത്യുവും മുഖ്യമന്ത്രിയോടാണ് പറയുന്നത്. എന്തിനാണ് മുഖ്യമന്ത്രിയോട് പറയണത്? ഒന്നുകിൽ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് സ്റ്റാഫിന് അവരുടെ പേരിൽ സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിൽ പരിഹാരം ചെയ്യാൻ സാധിക്കും എന്ന വിശ്വാസം കൊണ്ടാണല്ലോ മുഖ്യമന്ത്രിയുമായിട്ടും ഇത് പറയുന്നത്. അപ്പോൾ ഈ വക പൊതു കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ മുഖ്യമന്ത്രി തന്നെ എൻ്റെ പേഴ്സണൽ സ്റ്റാഫ് വഴിവിട്ട രീതിയിൽ പലപ്പോഴും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല എന്ന കുറ്റസമ്മതം കൂടി കൂട്ടി വായിക്കുമ്പോൾ മൊഴി പറഞ്ഞ സ്ത്രീ എത്രയും മോശക്കാരി ആയിക്കോട്ടെ, അവർ ടേംസ് ഓഫ് റെഫറൻസിനനുസരിച്ചാണ് പറയുന്നത്. ഇതിനു മുമ്പ് അവർ ക്രിമിനൽ കേസിലാണ് മൊഴി കൊടുത്തിട്ടുള്ളത്. ശിവരാജൻ കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസിനെ കുറിച്ച് വ്യക്തമായി ചോദ്യങ്ങൾ വന്നത് ഇന്ന് മാത്രമാണ്. അതിനുള്ള മറുപടിയാണ് അവർ പറഞ്ഞത്. നാളെ മാറ്റിപ്പറയുമെന്നറിയില്ല. അവരിന്ന് സമയം ചോദിച്ചിരിക്കുന്നു. ചിലപ്പോൾ വില പേശാനായിരിക്കാം. അവരുടെ പശ്ചാത്തലം നോക്കുമ്പോൾ അത് സംഭവിച്ചാൽ അത്ഭുതപ്പെടാനില്ല. പക്ഷേ പറഞ്ഞത് ഓത്തെടുത്ത ശേഷമാണ്. ദൈവം സാക്ഷിയായി ഞാൻ സത്യമേ ബോധിപ്പിക്കുള്ളൂ എന്ന് കോടതികൾ കൊടുക്കാറുള്ള രീതിയിലുള്ള സത്യബോധപ്പെടുത്തിയ മൊഴിയാണ്. ആ മൊഴിക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ആ മൊഴി കളവായി പറഞ്ഞാൽ നടപടിയെടുക്കാൻ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ടിലെ കമ്മീഷന് അധികാരമുണ്ട്. ഈ വക കാര്യങ്ങൾ മറക്കരുത്. പിന്നെ മൊഴി പറയുന്നതിൻ്റെ തലേ ദിവസം മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പമുള്ള ഒരാൾ ഇന്ന രീതിയിൽ പറയണം. അവിടെ നിർത്തിയില്ല അദ്ദേഹം. ഞങ്ങളുടെ സർക്കാർ അഭിഭാഷകനെ കാണണം, അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിക്കണം എന്ന് പറഞ്ഞു. സർക്കാർ അഭിഭാഷകൻ സർക്കാരിനാണ് പ്രതിനിധീകരിക്കുന്നത്, സാക്ഷികളല്ല. സർക്കാർ അഭിഭാഷകനും സരിതാ നായർക്കും പൊതുവായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിലല്ലേ ഇതുപോലത്തെ ഒരു ഉപദേശം കൊടുക്കേണ്ട കാര്യമുള്ളൂ. തീർച്ചയായും സത്യസന്ധമായി പറയണം എന്ന് പറഞ്ഞ പോരെ. അപ്പോൾ സാക്ഷിയെ സ്വാധീനിക്കാനുള്ള ഹീനമായ ഒരു ശ്രമമാണ് നടന്നത്. ഈ നടത്തിയത് KPCCയുടെ ഉന്നതനായ ഒരു ഭാരവാഹി. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ടി സിദ്ദിഖ്, താങ്കൾ പറയും പ്രകാരം വിശ്വസിക്കേണ്ടത് മുഖ്യമന്ത്രിയാണെങ്കിൽ ശ്രീ ടി സിദ്ദിഖ് എന്തിന് തമ്പാനൂർ രവി തലേ ദിവസം സരിതയെ വിളിച്ച് മാതൃഭൂമി പത്രം വായിക്കൂ, മുഖ്യമന്ത്രിയുടെ മൊഴി മുഴുവൻ അതിനകത്തുണ്ട്, സർക്കാർ അഭിഭാഷകനെ കാണൂ എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് എന്തിനാണ്? ഞാൻ ആദ്യം തന്നെ രാംകുമാർ വക്കീലിനെ അഭിനന്ദിക്കുകയാണ്. കാരണം ഒരു സാക്ഷിയെ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് തമ്പാനൂർ രവി നടത്തിയത് എന്നുള്ളതായിരിക്കുന്ന അദ്ദേഹത്തിന്റെ പരാമർശം. അദ്ദേഹം പറയുമ്പോൾ ഇവിടെ ഇന്ത്യ ടുഡേയിലും അതുപോലെ സരിതയുടെ നേരിട്ടുള്ളതായിരിക്കുന്ന സംസാരം, ജയരാജൻ എനിക്ക് 10 കോടി രൂപ വാഗ്ദാനം ചെയ്തു ഉമ്മൻചാണ്ടിയുടെ പേര് പറയാൻ, അത് സാക്ഷിയെ സ്വാധീനിക്കലല്ല, അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്തിന് തമ്പാനൂർ രവി സരിതയെ വിളിക്കണം? EP ജയരാജന് വേണ്ടി ആരും അവരെ വിളിച്ചില്ലല്ലോ. പറയട്ടെ സനീഷേ, പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ സനീഷേ, ബഹുമാന്യനായ രാംകുമാർ വക്കീല് വളരെയധികം നിയമത്തിൽ അവഗാഢതയുള്ള രാംകുമാർ വക്കീല് ഈ തമ്പാനൂർ രവിയുടേത് മാത്രം കാണുകയും നമുക്ക് ഓരോരോ പോയിന്റായി എടുത്തു പോകാം. ശ്രീ സിദ്ദിഖ്, സമയമുണ്ടാകില്ല, നമുക്ക് ഓരോരോ പോയിന്റായിട്ട് എടുത്തു പോകാം. അതായത് എന്തിന് തമ്പാനൂർ രവി ഒന്നും ഭയപ്പെടാനില്ലെങ്കിൽ തലേ ദിവസം സരിതയെ വിളിക്കണം, അതിന് മറുപടി
പറയട്ടെ, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഇവിടെയുള്ള ജനങ്ങൾ വിലയിരുത്തട്ടെ. രാംകുമാർ വക്കീൽ പറയുന്നതിന്റെ അല്ല, ജനങ്ങളുടെ വിലയിരുത്തൽ രാംകുമാർ വക്കീലിന്റെ കാര്യമല്ല ശ്രീ സിദ്ദിഖ്. ഈ നിയമപരമായി ഇങ്ങനെ ഒരു മൊഴി കൊടുക്കാൻ പോകുന്നതിന് തലേ ദിവസം ഒരു കാര്യവുമില്ലെങ്കിൽ തമ്പാനൂർ രവി എന്തിനാണ് അവരെ വിളിക്കുന്നത്? സനീഷേ, നിയമവിദഗ്ധനായി ഇവനെ രാംകുമാർ വക്കീൽ ഇരിക്കുമ്പോ എനിക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. നിങ്ങൾ അതിൽ പ്രയാസപ്പെട്ടൊരു കാര്യമില്ല. താങ്കൾ ചൂണ്ടിക്കാണിച്ചോളൂ. എന്തിനാണ് വിളിച്ചത് എന്ന് മറുപടി പറയൂ ശ്രീ സിദ്ദിഖ്. എന്തിനാണ് വിളിച്ചത്? എന്തിനു വിളിക്കണം? ഞാൻ അതിലേക്ക് വരാം സനീഷേ. ഞാൻ ആ വിളിച്ച കാര്യം കൃത്യമായി പറയൂ. അതിനു മുമ്പ് ഇവിടെ പറഞ്ഞതായിരിക്കുന്ന മഹാ അപരാധങ്ങളുണ്ട്. അതിന് ക്ലാരിഫൈ ചെയ്യണ്ടേ? ഒന്ന്, TC മാത്യു ശ്രീധരൻ നായർ എന്തിനാണ് മുഖ്യമന്ത്രിയെ കണ്ടതെന്നാണ് രാംകുമാർ വക്കീൽ ചോദിച്ചത്. ഒരിക്കൽ പരാതി കൊടുത്താ പോരെ? രാംകുമാർ വക്കീലെ, നിങ്ങൾ അറിയോ, ഈ മലയിൽ ശ്രീധരൻ നായർ MOU സൈൻ ചെയ്തു. ആദ്യം 2 ഗഡു പണവും കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് 3ാമത്തെ ഗഡു കൊടുക്കുന്നതിന് മുമ്പാണ് ചെക്കും ഇഷ്യൂ ചെയ്തിട്ടാണ് മുഖ്യമന്ത്രിയെ കാണാൻ വന്നിരിക്കുന്നത്. എന്നിട്ട് ശ്രീധരൻ നായർ പറയുന്നത്, ഞാൻ ഈ പെട്ടിൽപ്പെട്ടത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാന്നാ പറഞ്ഞത്. ആരാ രാംകുമാർ വക്കീലെ വിശ്വസിക്കുക? നേരത്തെ MOU സൈൻ ചെയ്തു, 2 ഗഡു കൊടുത്തു, 3ാമത്തെ ഗഡുവിന്റെ ചെക്കും ഇഷ്യൂ ചെയ്തു. എന്നിട്ട് വന്നിട്ട് പറയാ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഞാൻ സരിതാ നായർക്ക് ഈ പണം കൊടുത്തത് എന്ന് മല്ലേലിൽ ശ്രീധരൻ നായർ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? രാംകുമാർ വക്കീലിന് അറിയാലോ, ഒരു ജുഡീഷ്യൽ പ്രോസസ് ആരംഭിക്കുന്നത് ഒരു വക്കീൽ നോട്ടീസിൽ നിന്നാണ്. ഇവിടെ മലയിൽ ശ്രീധരൻ നായർ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആ വക്കീൽ നോട്ടീസിൽ മുഖ്യമന്ത്രിയെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടോ? 5 തവണ അദ്ദേഹം പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. 5 തവണയിൽ ഏതെങ്കിലും ഒരു തവണ മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് ഇപ്പൊ പറയുന്നു? അവിടെയാണ് പ്രശ്നം. പിന്നെ രാംകുമാർ വക്കീൽ ഇരിക്കുന്ന ചോദ്യം, ഇവരെ ഓഫീസിലുള്ളതായിരിക്കുന്ന ആളുകളെ വിളിച്ചു. ശരിയാണ്, വിളിച്ചിട്ടുണ്ട്. ആ ഓഫീസിലുള്ളതായിരിക്കുന്ന ആളുകൾ ചെയ്തത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോ അവരെ മാറ്റി. അത് കേരളത്തിൽ ആദ്യത്തെ സംഭവമല്ല. രാംകുമാർ വക്കീലിന്റെയും അതുപോലെ ആനത്തലവട്ടം ആനന്ദേട്ടന്റെയും കാര്യത്തിൽ സൂചിപ്പിക്കുന്നു. നായനാരുടെ കാലത്തും പേഴ്സണൽ സ്റ്റാഫ് തട്ടിപ്പിൽ പുറത്തായിട്ടുണ്ട്. രാംകുമാർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ശ്രീധരൻ നായർ ഫയൽ ചെയ്തത് ചെക്ക് കേസാണ്. അദ്ദേഹം കേസ് ഫയൽ ചെയ്തത് 2 പ്രതികൾക്കെതിരായിട്ടാണ്. അതിൽ ഒരു പ്രതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്റ്റാഫാണ്. അവിടെ മുഖ്യമന്ത്രിയുടെ ഈ കാര്യത്തിലെ ഇടപാടുകളല്ല പ്രസക്തി. ചെക്ക് തിരിച്ച് കിട്ടിയത് എനിക്ക് പൈസ വേണം, എന്നെ ചതിച്ചതാണ് എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ടേംസ് ഓഫ് റെഫറൻസിൽ ജസ്റ്റിസ് ശിവരാജൻ തന്നെ പറഞ്ഞു, എനിക്കെല്ലാം പരിശോധിക്കാം. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ ആരെങ്കിലും അഴിമതി നടത്തിയിട്ടുണ്ടോ? അവരുടെ പേഴ്സണൽ സ്റ്റാഫ് അതിന് കൂട്ടുനിന്നിട്ടുണ്ടോ? ആരെയാണ് സഹായിച്ചത്? അതിൽ അവിഹിതമായി എന്തെങ്കിലും നടപടിയുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് സർക്കാർ തന്നെ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ്റെ ചുമതല. ആ ചുമതലയുടെ ഭാഗമായിട്ട് ഒരു സാക്ഷി വന്ന് ഇന്ന് ഒരുപാട് പേരെ പറ്റി പറഞ്ഞു. അവരെ ക്രോസ് എക്സാമിൻ ചെയ്യാമല്ലോ. അതിന് പകരം സർക്കാർ വക്കീലിനെ പോയി കണ്ട് അദ്ദേഹം പറയും പോലെ മൊഴി കൊടുക്കണം എന്ന് പറയുന്നത് മിതമായി പറഞ്ഞാൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 195A വകുപ്പ് പ്രകാരമുള്ള കുറ്റം ചെയ്യലാണ്. കേസെടുക്കാൻ തയ്യാറുണ്ടോ സിദ്ദിഖിന്റെ സർക്കാർ? ഇനിയെങ്കിലും പറയൂ ശ്രീ സിദ്ദിഖ്, ഈ ചോദ്യത്തിന് ഉത്തരം. എന്തിന് തമ്പാനൂർ രവി മൊഴി കൊടുക്കുന്നതിന് തലേ ദിവസം ഇവരെ വിളിക്കണം? എന്തിന് തമ്പാനൂർ രവി സരിതാ എസ് നായരെ മൊഴി കൊടുക്കുന്നതിന് തലേ ദിവസം വിളിക്കണം? അതിനാണ് മറുപടി. എന്തിന്? സനീഷിനെ പോലെയുള്ള ഒരു മാധ്യമ പ്രവർത്തകനോട് അതിന്റെ മറുപടി ഞാൻ പറയേണ്ടി വരും എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഞാൻ അതിൽ ഒഴിഞ്ഞു മാറൂല. മറുപടി കൃത്യമായിട്ട് പറയൂ. എന്റെ ചോദ്യം രാംകുമാർ വക്കീലിനോടാണ്. അങ്ങനെയെങ്കിൽ തമ്പാനൂർ രവി ഒരു കാര്യവുമില്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ഇത്രമാത്രം അടുപ്പമുള്ളയാൾ ഇങ്ങനെ പോയി മൊഴി പറയൂ? മാതൃഭൂമി പത്രം വായിച്ച അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മൊഴിയോട് കോൺട്രഡിക്റ്റ് ആവാതെ പോയി മൊഴി പറയൂ എന്ന് പറയേണ്ടുന്ന സാഹചര്യം എന്താണ്? മറുപടി തരൂ ശ്രീ സിദ്ദിഖ്. ഞാൻ അതിന് മറുപടി പറയാം. അതിനു മുമ്പ് പറയൂ പ്ലീസ്. ആ മറുപടി ഒന്ന് പറയൂ. കാര്യം പൂർത്തീകരിക്കണം. ആ മറുപടി പറഞ്ഞു പൂർത്തീകരിച്ചോളൂ. ഞാൻ താങ്കൾക്ക് സമയം തരാം സിദ്ദിഖ്.
ആ ചോദ്യത്തിന് മറുപടി തന്നിട്ട് പോകാം. പറഞ്ഞത് പൂർത്തിയാക്കി. ഞാൻ സനീഷെ ഒഴിഞ്ഞു മാറൂല. ഒഴിഞ്ഞു മാറുകയാണ് താങ്കൾ. ഒഴിഞ്ഞു മാറുക. ശ്രീ സിദ്ദിഖ് ദയവേത് സമയം കളയരുത്. അതിന് മറുപടി നൽകിയിട്ട് നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് പോകാം. അതിന് മറുപടി നൽകി താങ്കൾ എത്ര സമയം വേണമെങ്കിലും എടുത്തോളൂ. അതിന് മറുപടി എന്തിന് തമ്പാനൂരെ വിളിക്കണം? സനീഷെ, ഞാൻ ഒരു ചോദ്യത്തിനും മറുപടി പറയാതെ പോകില്ല. ദയവേത് പറയൂ, എന്തിന് വിളിക്കണം തമ്പാനൂർ രവി? 10 മണി കഴിഞ്ഞാലും ഇരിക്കാം. ഒന്ന് പറയൂ, സമയം എന്റെ ചോദ്യം അല്ല അല്ല സനീഷ് എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടാവണത്? ഞാൻ പറയാം. കള്ളത്തരമുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ സരിത എസ് നായർ കൊടുക്കാൻ പോകുന്ന മൊഴി ഇമ്മട്ടിൽ സത്യം നിറഞ്ഞതാണ്. അതുകൊണ്ട് കുഴപ്പമുണ്ടാകുമെന്നതുകൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ ആളെ കൊണ്ട് അവരെ വിളിച്ച് എന്താണ് പറയേണ്ടത് സോളാർ കമ്മീഷന് മുമ്പാകെ എന്ന് പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു. അതാണ് ഉണ്ടായത്. മുഖ്യമന്ത്രിയല്ല, സരിത എസ് നായരെയാണ് അവരെത്ര വലിയ തട്ടിപ്പുകാരിയാണെങ്കിലും ജനം വിശ്വസിക്കേണ്ടത് എന്നതിനുള്ള തെളിവാണ് തമ്പാനൂർ രവിയുടെ സംഭാഷണം. ശ്രീ സിദ്ദിഖ്, സനീഷ് അതിന്റെ നിഗമനം പറഞ്ഞല്ലോ. സനീഷ് ഏങ്കറായ സനീഷ് അതിന്റെ നിഗമനം കൂടി പറഞ്ഞു. ഇനി എന്റെ ചോദ്യത്തിന്റെ മറുപടി രാംകുമാർ വക്കീലിന് പറയാനുള്ള ഒരു അവസരം കൊടുത്തേ. ജയരാജൻ ശ്രമിച്ചത് എന്താണ് ഒന്ന് പറഞ്ഞേ. ഞാനത് സമയം കൊടുക്കില്ല. താങ്കൾ ചർച്ചയെ വഴിവെച്ച് കൊണ്ടുപോവുകയാണ്. ജയരാജൻ അതവിടെ നിൽക്കട്ടെ. നമ്മൾ ജയരാജനെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. ടി സിദ്ദിഖ്, എന്തെങ്കിലും പറഞ്ഞാൽ മതിയോ? താങ്കൾക്ക് അതിന് മറുപടിയില്ല. രണ്ടാമത്തെ കാര്യം, മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ കാര്യങ്ങൾ മറുപടിയുണ്ട്. സനീഷ് അങ്ങനെ പോകരുത്. താങ്കൾ പറയൂ, മറുപടി. സമയം കളയരുത്, പറയൂ. എന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ അടുത്ത ചോദ്യത്തിലേക്ക് പോകണ്ട. ഇ പി ജയരാജനെ കുറിച്ച് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അതിലേക്ക് വലിച്ചിടാൻ നടക്കില്ല ശ്രീ സിദ്ദിഖ്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇത് കള്ളത്തരത്തിനുള്ള തെളിവായി തന്നെ വേണമോ പൊതുസമൂഹം കാണാൻ? സനീഷ് അല്ല, ഈ സിദ്ദിഖ് ചോദ്യത്തിന് മറുപടി പറയാതെ ഇപ്പൊ പറയാമെന്ന് പറഞ്ഞു പോകുന്നത്. ഞാൻ 2-3 കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തില്ല എന്റെ സ്നേഹിതൻ സിദ്ദിഖിനോട്. ഞാൻ ഒരു സിദ്ദിഖ് ഒന്ന് കേൾക്ക്. സിദ്ദിഖ് 1-2 കാര്യത്തിൽ ഞാൻ ഇപ്പോൾ ശ്രീ രാംകുമാർ ചോദിച്ച ചോദ്യം തന്നെയാണ്. എന്തിനാണ് തമ്പാനൂർ രവി തലേ ദിവസം സരിതയെ വിളിക്കുകയോ അല്ലെങ്കിൽ സരിത അങ്ങോട്ട് വിളിക്കുകയോ ചെയ്തിട്ട് ഒരു ഗവൺമെൻറ് പ്ലീഡറെ കണ്ടിട്ട് വേണം സരിത പോകാൻ, 3 പ്രാവശ്യമേ കണ്ടുള്ളൂ എന്ന് പറയാവൂ, അല്ലാതെ അതിന് കൂടുതൽ പറഞ്ഞു കളയരുത് എന്നൊക്കെ ക്ലാസ് കൊടുക്കേണ്ടതിന് ആവശ്യം എന്തിന്? നമ്പർ 1. നമ്പർ 2, സരിത മുഖ്യമന്ത്രി കണ്ടിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. സരിത ഇന്ന് പറയുകയാണ് ഞാൻ 2 പ്രാവശ്യം മാത്രമല്ല പലതവണ കണ്ടിട്ടുണ്ടോ എന്ന് പറയുന്നു. സരിതയെ വിജ്ഞാൻ ഭവനിൽ വെച്ച് ഞാൻ കണ്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. സരിത കുരുവിളയുമായി വിജ്ഞാൻ ഭവനിൽ പോയിട്ടുണ്ട്. കുരുവിളയും അത് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, സരിതയും പറഞ്ഞു. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? വിജ്ഞാൻ ഭവനിൽ വന്ന് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു വനിതാ അഡ്വക്കേറ്റ് കേരള ഗവൺമെൻറ് കേസ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മുടെ മാധ്യമങ്ങൾ പോയി ആ വനിതാ അഡ്വക്കേറ്റിനെ കണ്ട് നിങ്ങൾ വിജ്ഞാൻ ഭവനിൽ ഇത്രാം തീയതി പോയോ, മുഖ്യമന്ത്രിയെ കണ്ടോ? അവർ പറഞ്ഞ് ഞാൻ അന്ന് പോയിട്ടുമില്ല, മുഖ്യമന്ത്രിയെ കണ്ടിട്ടുമില്ല. അപ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രി ഈ കളവ് പറയുന്നത്? ഇനി ഒരൊറ്റ ചോദ്യമുള്ളത്, നേരത്തെ തന്നെ ജോസ് എന്ന് പറഞ്ഞ ഒരു IG, അയാൾ എന്തിനാണ് ഈ ടെലിഫോൺ സംഭാഷണങ്ങൾ മുഴുവൻ ഡിസ്ട്രോയ് ചെയ്ത് നശിപ്പിച്ചത്? ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് ആര് പറഞ്ഞിട്ട്? അതുപോലെ തന്നെ CCTV ക്യാമറയിലുള്ള തെളിവുകളൊക്കെ നശിപ്പിച്ചിട്ട് എന്തിനു വേണ്ടി നശിപ്പിച്ചു? DGP ആയിരിക്കുന്ന സെൻകുമാർ തന്നെയാണല്ലോ പറഞ്ഞത് ഈ ജോസ് എന്ന് പറഞ്ഞ IG ആണ് ഈ തെളിവുകളെല്ലാം നശിപ്പിച്ചത്. ഇന്നലെ സരിത വീണ്ടും പറയുകയാണ് 426 കാളുകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു സ്റ്റാഫ് എന്നെ വിളിച്ചിട്ടുള്ളത്. എന്തിനാണ് ഈ 426 കാൾ വിളിച്ചത്? മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ലാൻഡ് ഫോണിൽ നിന്ന് രാവിലെ 6-നും 7-നും ഇടയ്ക്ക് എന്നെ പതിവായി വിളിക്കാറുണ്ട്. ഇതൊക്കെ സരിത പറയുകയാണ്. ഇതൊക്കെ പകൽ പോലെ വ്യക്തമാണ് നാട്ടുകാർക്ക് മുന്നിൽ. താങ്കൾ അതോടൊപ്പം ചേർന്ന് തമ്പാനൂർ രവിയുടെ വിളിയുടെ കാര്യം എന്താണെന്ന് ആവർത്തിച്ച ചോദ്യത്തിന് മറുപടി ഒട്ട് നൽകുന്നുമില്ല. ജനത്തിന് കാര്യങ്ങൾ വ്യക്തമായി വരട്ടെ. ഒപ്പം ഈ ചോദ്യത്തിന് കൂടെ മറുപടി നൽകൂ. 2 പ്രധാനപ്പെട്ട വാദങ്ങളാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സരിതയെ തള്ളിക്കളയാൻ, അവിശ്വസിക്കണമെന്ന് ജനങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞത്. ഒന്ന്, 2 ലക്ഷത്തിന്റെ ചെക്ക് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് തന്ന ചെക്ക് മടങ്ങിയ ആളാണോ കോടിക്കണക്കിന് രൂപ വാരിയെറിയുന്നത്? 2, എന്തുകൊണ്ട് മുമ്പ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചില്ല? ഞാൻ പിതൃസമാനായിരുന്നല്ലോ അവർക്ക് എന്ന്. ഒന്നാമത്തേനുള്ള ഉത്തരം സരിത പറഞ്ഞു, എൻ്റെ കയ്യിൽ പണമില്ല, എൻ്റെ കയ്യിൽ ഒട്ടും പണമില്ല. ഞാൻ ഈ നാട്ടുകാരുടെ നിന്നും കളക്ട് ചെയ്ത പണമാണ് ഈ പറയുന്ന ബിസിനസ് നടത്താൻ വേണ്ടി കോടിക്കണക്കിന് വാരി എറിഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല. ബിജു രാധാകൃഷ്ണൻ മുഖ്യമന്ത്രി തമ്മിലുള്ള ഏതോ പ്രശ്നത്തിൻ്റെ പേരിലാണ് ചെക്ക് മടങ്ങിയത്. 1. രണ്ടാമത്തേത്, എന്തുകൊണ്ട് മുമ്പ് പറഞ്ഞില്ല? 2.5 കൊല്ലം ഈ പ്രശ്നം പരിഹരിക്കപ്പെടും, പിതൃസമാനാണ് മുഖ്യമന്ത്രി എന്നതൊക്കെ പറഞ്ഞത് എങ്ങനെയെങ്കിലും പരിഹരിക്കപ്പെട്ട് രക്ഷപ്പെട്ടു പോകും. ഞാനൊരു സാധാരണക്കാരാണ്, ഞാൻ മാത്രമാണ് തട്ടിപ്പുകാരി എന്ന് വിളിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇത്രയും കാലം കാത്തിരുന്നു എന്താണ്? 2 കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ വാദം പൊളിഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ പറയുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി? അപ്പോൾ പിന്നെ
ഒരു കാര്യം ഈ പ്രേക്ഷകർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആനത്തലവട്ടം ആനന്ദനും അഡ്വക്കേറ്റ് രാംകുമാർ വക്കീലും സനീഷും ഒരുമിച്ചാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത് എന്നുള്ളതും, ഞാൻ ന്യായത്തിന്റെ ഭാഗത്ത് സംസാരിക്കാൻ ചോദിക്കുന്ന ചോദ്യം പോലും ചോദിക്കാനുള്ള സാവകാശം അനുവാദവും സനീഷ് നൽകാതെ ഏകപക്ഷീയമായിട്ടുള്ള ഡിബേറ്റാണ് ഇവിടെ സനീഷ് കൺട്രോൾ ചെയ്യേണ്ട സനീഷ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് പ്രേക്ഷകർ വിലയിരുത്തട്ടെ. കാണട്ടെ. ഒരു നിമിഷം സാധാരണഗതിയിൽ അത് ആക്ഷേപമായിട്ട് ഞാൻ എടുക്കേണ്ടതാണ് ശ്രീ സിദ്ദിഖ്. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ കാണുന്നില്ല. താങ്കൾ എന്റെ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടില്ല. ആകാശം ഇടിഞ്ഞു പോല അല്ല, ആകാശമൊന്നും ഇടിഞ്ഞു പോല. സനീഷ് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി പറയുന്നതിന് മുമ്പ് രാംകുമാർ വക്കീല് അതിനു മുമ്പ് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ ശ്രീ സിദ്ദിഖ്? പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ ശ്രീ സിദ്ദിഖ്? 9 മണിക്ക് തുടങ്ങിയ പരിപാടിയിൽ 9:26 താങ്കൾ ആ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടില്ല. എന്തുകൊണ്ട് തമ്പാനൂർ രവി വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ 9:26 വരെ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അതിന് സിദ്ദിഖിന്റെ കയ്യിൽ മറുപടി ഇല്ല എന്നാണ് വിചാരിക്കുക. അതുകൊണ്ടാണ് ഞാൻ അത് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിന് തമ്പാനൂർ രവി വിളിച്ചു? അല്ല, അങ്ങനെയല്ല. അതിന് മറുപടി തരാനുള്ള അവസരം താങ്കൾ വിനിയോഗിക്കുന്നില്ല. ആരെയോ കൊടുക്കാനാണ്. അങ്ങനെയൊന്നുമല്ല. ഞാൻ മറുപടി കൃത്യമായി പറയുമ്പോൾ സനീഷ് അവിടെ ഇടപെടും. 1. 2, എന്നെ കൊണ്ട് ചോദ്യം അങ്ങോട്ട് ചോദിപ്പിക്കാൻ സമ്മതിക്കില്ല. സനീഷ് കൃത്യമായിട്ട് ഇടപെടുക. നിങ്ങൾ ഈ മുഖ്യമന്ത്രിയെ അപരാധിയാക്കാൻ ഈ ക്രിമിനൽ കൊള്ള സംഘത്തെ കൂട്ടുപിടിച്ച് നടത്തുന്ന ഈ ഏർപ്പാടൊന്നും പൊതുജനത്തിന് ബോധ്യപ്പെടില്ല സനീഷേ. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. 10-60 കൊല്ലക്കാലം പൊതുപ്രവർത്തകനായി ജീവിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കള്ളം കൊള്ളത്തിനെയും കൊലപാതകം നടത്തുന്ന ക്രിമിനലുകളെ മറ്റും കൊണ്ടുവന്ന് നിങ്ങൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സംശയത്തിന്റെ നിഴലിൽ മാറ്റി നിർത്താൻ ആ ചോദ്യത്തിന് മറുപടി നൽകും. അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിട്ടുള്ള തമ്പാനൂർ രവി എന്തിനാണ് സരിതയെ തലേ ദിവസം വിളിച്ചത്? ചോദ്യത്തിന്റെ മറുപടി പറയാം. 1, ആദ്യം തന്നെ ആനത്തലവട്ടം ചോദിച്ച ഇടത്തുനിന്ന് തുടങ്ങിയാൽ മതിയോ? ഒന്ന് ആനത്തലവട്ടം ചോദിച്ച അവസാനത്തെ ചോദ്യം. 1, CCTV നശിപ്പിക്കപ്പെട്ടു. ആനത്തലവട്ടം ആനന്ദനോട് എന്റെ തിരിച്ച ചോദ്യം, ആരാണ് CCTV സ്ഥാപിച്ചത്? ഇടതുപക്ഷം ഭരിക്കുമ്പോ ആരാ അന്ന് കേരളത്തിന്റെ വ്യവസായ മന്ത്രി എളമരം കരീം, ആരാ ധനകാര്യമന്ത്രി തോമസ് ഐസക്? എത്ര ദിവസത്തിന്റെ കപ്പാസിറ്റിയാ? 14 ദിവസത്തിന്റെ കപ്പാസിറ്റി, 14 ദിവസത്തിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി. നിങ്ങൾ പറഞ്ഞു അതിനപ്പുറമുള്ള ദിവസത്തേതും എടുക്കാൻ പറ്റും. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഒരു വിദഗ്ധനെ ഞങ്ങളുടെ ഗവൺമെന്റ് തരാം. ഒരു വിദഗ്ധനെ ഈ ആവശ്യം പറഞ്ഞ ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPIM നൽകട്ടെ. പിണറായി വിജയന് മുഖ്യമന്ത്രി കത്തെഴുതി. പിണറായി വിജയൻ ഇതുവരെ ആ വിദഗ്ധനെ കൊടുത്തോ? ആനത്തലവട്ടത്തോടെ ചോദ്യം, മറുപടി കൊടുത്തോ? എന്താണ് ശ്രീ സിദ്ദിഖ് ഇന്നത്തെ ചോദ്യങ്ങൾ? ഇന്നത്തെ ചോദ്യങ്ങൾ എന്താണ്? നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണ്? അതിനുള്ള ഉത്തരമാണോ താങ്കൾ നൽകുന്നത്? ഇന്നത്തെ ചോദ്യങ്ങൾ എന്താണ്? CCTV ആര് തകർത്തു, ആര് വെച്ചു എന്നതൊക്കെയാണോ? സനീഷ് ആനത്തലവട്ടം ഒരു ചോദ്യം, സനീഷ് ഒരു ചോദ്യം, രാംകുമാർ വക്കീല് നിയമവിദഗ്ധനായിട്ട് വേറെ ചോദ്യം ചോദിക്കുമ്പോ എനിക്ക് പറയാനുള്ള കാര്യങ്ങളും കൂടി കേൾക്കണം. നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയും. ഞാൻ 10 കഴിഞ്ഞാൽ ഇരിക്കുക, 10-നുള്ളിൽ പറയും ചെയ്യുക. ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് രാംകുമാർ, ഈ പറയുന്ന സരിത എസ് നായരുടെ തട്ടിപ്പുകാരി എന്ന ഇമേജുള്ള ആ സ്ത്രീയുടെ മൊഴികളിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ ആ ഭാഗത്തുള്ള ആളുകൾ. അവരിന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഈ മാത്യുവിനെ കൊണ്ട് ഈ പറയുന്ന തോമസ് കുരുവിളെ കൊണ്ട് പണം കൊടുത്തതടക്കമുള്ള കാര്യങ്ങൾ ഇതുവരെ ഉണ്ടായിരിക്കുന്ന മറ്റ് മൊഴികളുമായൊക്കെ ചേർന്ന് നിൽക്കുന്നതാണോ? ക്രിമിനൽ കോടതിയിലെ മൊഴിയും ഒരു കമ്മീഷൻ മുമ്പാകുള്ള മൊഴിയും രണ്ടാണ്. ആദ്യത്തതിൽ അവർ പ്രതിയാണ്. ഒരു പ്രതിക്ക് നമ്മുടെ ഭരണഘടന നിശബ്ദതയ്ക്കുള്ള സ്വാതന്ത്ര്യം പോലും നൽകുന്നുണ്ട്. മിണ്ടാതിരിക്കാം, പ്രോസിക്യൂഷൻ തെളിയിക്കൂ എന്ന് പറയാം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അവർ സാക്ഷിയാണ്. സാക്ഷിയായിട്ട് അവർക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും പറയാനാണ് കമ്മീഷൻ മുമ്പാകെ അവരെ വിസ്തരിക്കുന്നത്. അവിടെ വെച്ച് അവർ മറ്റ് പല സ്ഥലത്തും പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതിൽ അതിലെന്താ അത്ഭുതത്തിന് അവകാശം? ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ 10 മണിക്കൂർ വിസ്തരിച്ചപ്പോൾ അദ്ദേഹം പലയിടത്തും പറയാത്ത പല കാര്യങ്ങളും പറഞ്ഞല്ലോ. പക്ഷെ ഒരു കാര്യം ഇതിൽ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. ഈ സരിത എസ് നായർ ഇത്ര മോശക്കാരിയായിരുന്നെങ്കിൽ ജയിലിൽ അവർക്കൊരു സിനിമാ താരത്തെ പോലെ കഴിയാനുള്ള സംവിധാനം കൊടുത്തത് ആരാ? പോലീസുകാർ അവരെ മാഡം എന്ന് വിളിച്ച് പറഞ്ഞ് ബഹുമാനിച്ചിരുന്നത് ആരാ? നിത്യവും ഫാഷൻ ഷോന് പോണ മാതിരി വേഷം ധരിപ്പിച്ച് അവരെ പുറത്തിറക്കിയത് ആരാ? ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളോട് പറയണ്ടേ? ഇന്നിപ്പോൾ അവർ വെറും തട്ടിപ്പുകാരിയായി. കാരണം ഇന്ന് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ
ശ്രീ തമ്പാനൂർ രവി നിർദ്ദേശിച്ചതിന് വിപരീതമായി അവർ മറുപടി പറഞ്ഞു. അപ്പോൾ ഇന്ന് മോശക്കാരത്തിയായി. ഇതുവരെ ജയിലിൽ പോലും വിലസി നടന്നിരുന്നതാണ്. VIP-കളാണ് അവരെ കാണാൻ വന്നിരുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞു VIP-കൾ അടങ്ങുന്ന നിര അവരെ സന്ദർശിക്കാൻ ജയിലിൽ വരികയായിരുന്നു. വളരെ പ്രാമാണിക ഒരു സ്ത്രീയായിരുന്നു. ഇന്ന് അവർ മോശക്കാരിയായി. ഇതല്ലേ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, അവരൊരു പക്ഷേ ഇപ്പോഴും ഇരട്ടത്താപ്പായിരിക്കും. എൻ്റെ മനസ്സിലൊരു സംശയമുണ്ട്. ഇന്ന് മൊഴി മുഴുമിക്കാൻ സമയം വേണം എന്ന് പറഞ്ഞത് കൂടുതൽ വിലപേശലിനായിരിക്കാം സാധ്യതയുണ്ട്. പക്ഷെ വിലപേശൽ കിട്ടുമെന്നുള്ളവരോടാണല്ലോ അവർ ചോദിക്കുന്നത്. അല്ലെങ്കിൽ അവരെന്തിനാ മൊഴി നിയന്ത്രിക്കാൻ മെനക്കിടുന്നത്? അപ്പം ഈ വക കാര്യങ്ങളിൽ വ്യക്തമായ മറുപടി പറയാൻ അസാധ്യമായ സ്ഥിതിക്ക് കമ്മീഷൻ പരിഗണിക്കട്ടെ. അവരെ വിശ്വസ്തയാണോ? അവരെ മൊഴി വിശ്വസിക്കാമോ? തീർച്ചയായും അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. മറ്റു കാര്യങ്ങളിലേക്ക് കൂടെ വരേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് ശ്രീ അഡ്വക്കേറ്റ് രാംകുമാർ, ഞാൻ താങ്കളുടെ അടക്കമുള്ള ആളുകളിലേക്ക് വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ എ സജീവൻ, നിയമപരമായ അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് തന്നെയാണ് നടക്കുക. രാഷ്ട്രീയമായി ഇപ്പോഴും ടി സിദ്ദിഖും മറ്റു കോൺഗ്രസ് നേതാക്കളും ചെയ്യുന്നത് പോലെ പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയുന്നിടത്താണോ ഈ കേസിൻ്റെ സ്ഥിതി? പ്രതിരോധിക്കാൻ അവർ ശ്രമിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സിദ്ദിഖ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പോലെയോ സരിത ആരോപിച്ചതുപോലെയോ അതൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയപരമായിട്ട് അവർക്ക് ഏറ്റവും ദോഷം ചെയ്യുന്നതാണ്. അവരതിനെ പല്ലും നഖവും ഉപയോഗിച്ച് ചെറുക്കുക തന്നെ വേണം. സിദ്ദിഖൊക്കെ ഇവിടെ നടത്തുന്ന പ്രതിരോധം എന്ന് പറയുന്നത് അത് കുറേ കൂടി ഫലപ്രദമായിട്ട് കുറേ കൂടി ശക്തമായിട്ട് അവർ നടത്തേണ്ടത് തന്നെയാണ്. അടുത്ത് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴേക്കും തൊട്ടടുത്ത് വന്നു നിൽക്കുകയാണ് തിരഞ്ഞെടുപ്പ്. ആ സമയത്ത് അവർക്ക് ജനങ്ങളുടെ മുമ്പാകെ എത്തേണ്ടതുണ്ട്. ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ഇപ്പോഴുള്ള ഭരണം തുടർന്നു പോകാൻ പറ്റുകയോ അല്ലെങ്കിൽ സീറ്റുകൾ വല്ലാതെ നഷ്ടപ്പെടാതെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയോ ചെയ്യണം. ഇതുകൊണ്ട് അവർ പറയുന്നതിന് തെറ്റില്ല. പക്ഷേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, സരിത ഈ പറഞ്ഞ കാര്യം, സരിതയെ നമ്മൾ പൂർണ്ണമായിട്ടും ഒരു കുറ്റക്കാരി എന്നോ ഒരു മോശം സ്ത്രീ എന്നോ ഒക്കെ പറയുന്ന രൂപത്തിലേക്ക് അങ്ങനെ തള്ളിക്കളയാൻ, വിശ്വസിക്കാൻ ഒരിക്കലും പറ്റാത്തൊരു സ്ത്രീ എന്ന രൂപത്തിൽ തള്ളിക്കളയുന്നത് ശരിയല്ല. ഇവിടെ സരിത സ്വമേധയാ വന്ന് കമ്മീഷന് മുമ്പാകെ കുറേ കാര്യങ്ങൾ പറയുകയല്ലേ ചെയ്തത്. നമുക്കറിയാവുന്ന പോലെ സരിതയെ പലതവണ വിളിച്ചിട്ടും ഹാജരാവുന്നില്ല. പല കാരണങ്ങൾ പറയുന്നു. മൂക്ക് പിടിച്ചിട്ട് നഖം കൊണ്ട് ഞെക്കിയിട്ട് ചോര വരുത്തി രക്തം വരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ആശുപത്രിയിൽ പോകുന്നു. ഇങ്ങനെ പല രൂപത്തിൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച സരിതയാണ് അവസാനം നിൽക്കക്കള്ളിയില്ലാതെ അവർ മുഖ്യമന്ത്രി ഈ കമ്മീഷന് മുമ്പാകെ വന്ന് മൊഴി കൊടുത്തതിന് ശേഷമാണ് അവർ പറയുന്നത്. അവിടെ അവർ പറയുന്നത് പുറത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ മാത്രം ഒരു തെറ്റുകാരി, ഞാൻ മാത്രമാണ് ഒരു പെരുങ്കള്ളി എന്ന രൂപത്തിൽ എല്ലാവരും പറയുന്നു. അപ്പോൾ അവർക്ക് നിൽക്കക്കള്ളിയില്ല. ഇനി സരിത പറഞ്ഞ പൂർണ്ണമായിട്ടും തട്ടിപ്പാണ് എന്ന രൂപത്തിൽ ആളുകൾ വിലയിരുത്തുകയും മറ്റു പലരും രക്ഷപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ വന്നപ്പോഴാണ് ആയിരിക്കണം സ്വാഭാവികമായിട്ട് അവർ പലതും പറഞ്ഞിട്ടുണ്ടാവുക. അവർ പറഞ്ഞ പൂർണ്ണമായിട്ട് തെറ്റാണ് എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോഴും വിശ്വസിക്കാം. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന, അതുമായിട്ട് കൊറോബറേറ്റ് ചെയ്യാവുന്ന മറ്റു പല തെളിവുകളുമുണ്ടല്ലോ. ഇവിടെ ശ്രീധരൻ നായർ പറഞ്ഞ കാര്യങ്ങൾ, സരിതയുടെ കൂടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയത്, ജിക്കുവും ജോപ്പനും സലീം രാജും ഒക്കെ ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട് അവർക്കെതിരെ വന്നിട്ടുള്ള നടപടികളുടെ കാര്യം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതിലൊക്കെ ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് കണ്ടെത്തേണ്ടത് സ്വാഭാവികമായിട്ട് നിയമപരമായ പ്രശ്നം മാത്രമല്ല, ഇത് കുറേ രാഷ്ട്രീയ നേതാക്കന്മാർ അവർ സത്യസന്ധരാണെങ്കിൽ അവർ തെളിയിക്കേണ്ട കടമ കൂടിയുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് ജനങ്ങളുടെ മുമ്പ് ആ കോടതിയിൽ പോകുക എന്നുള്ളതല്ല. ഇവിടുത്തെ ഒരു ക്രിമിനൽ ഒഫൻസാണ്. ആ ക്രിമിനൽ ഒഫൻസ് നടന്നിട്ടുണ്ടെങ്കിൽ സരിതയാണ് നടത്തിയതെങ്കിൽ അത് തെളിയിക്കണം. മുഖ്യമന്ത്രിയോ അല്ല മറ്റാരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അതും തെളിയേണ്ടതുണ്ട്. അതല്ലാതെ ഒറ്റയടിക്ക് ഇതൊന്നും ശരിയല്ല, സരിതയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് മുഖ്യമന്ത്രിയാണോ വിശ്വസിക്കുന്നത് എന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇതിനെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. ശ്രീ ആനന്ദവട്ടമാനന്ദൻ അങ്ങനെ പറയുമ്പോൾ തന്നെയും ശ്രീ സിദ്ദിഖും കോൺഗ്രസ് നേതൃത്വമാകെ തന്നെയും പറയുന്നതിന് മുഴുവനായി നിഷേധിച്ച് പോവുക എന്ന് ഇത് ശരിയല്ല എന്ന് കണക്കാക്കുന്ന ആളുകളും ഉണ്ടാകുമല്ലോ. സരിത എസ് നായർ തന്നെ മുഖ്യമന്ത്രിക്കെതിരായി പറയാൻ 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു CPM നേതാക്കളിൽ ചിലർ എന്നൊരാക്ഷേപം ഉന്നയിച്ചതായി പലയിടങ്ങളിലും കാണുന്നുണ്ട്. മാധ്യമ വാർത്ത അത് ശ്രീ സിദ്ദിഖ് ഉയർത്തി കാണിക്കുന്നുമുണ്ട്. അങ്ങനെയുണ്ടോ? ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രിയുടെ ഈ സർക്കാരിനെ തിരിച്ചിടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്ന്. കോൺഗ്രസ് നേതാക്കളല്ല, പ്രതിപക്ഷം സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് മുഖ്യമന്ത്രി ആരോപിച്ചതായി കാണുന്നു. അത്തരത്തിലുള്ള ഒരു കള്ളക്കളി പ്രതിപക്ഷം നടത്തുന്നുണ്ടോ? സനുഷേ, ഈ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചത് പ്രതിപക്ഷമായിരുന്നില്ല.
മാധ്യമങ്ങളാണ് ഈ സരിത കേസ്, സോളാർ കേസ് പുറത്തു കൊണ്ടുവന്നത്. അതിനുശേഷമാണ് മാധ്യമങ്ങൾ കൊണ്ടുവന്നു, കോടതിയിൽ കേസായി, പ്രതിപക്ഷം ഈ പ്രശ്നം എടുക്കുകയുണ്ടായി. ഈ ആരോപണങ്ങൾ മന്ത്രിമാർക്കെതിരായ അഴിമതി ആരോപണവും തട്ടിപ്പിൻ്റെ കഥ വന്നപ്പോൾ പ്രതിപക്ഷം എന്ത് ചെയ്യണമെന്നാണ്? ഉമ്മൻചാണ്ടി പരിശുദ്ധനാണ്, മധുര മനോഹര ഭരണം നടത്തുന്ന ഒരാളാണ്, അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു വന്നത് ശരിയല്ലെന്ന് പ്രതിപക്ഷം പറയണമോ? ഈ തെളിവുകൾ മുഴുവൻ, നക്ഷത്രം പോലുള്ള തെളിവുകൾ മുഴുവൻ കൊണ്ടുവന്ന് നിങ്ങളല്ലേ? മല്ലേലി ശ്രീധരൻ നായരെ കുറിച്ച് എൻ്റെ സ്നേഹിതൻ പറയുകയുണ്ടായി. നല്ല ഒന്നാം തരം കോൺഗ്രസ്സുകാരനല്ലേ ആൾ? കമ്മ്യൂണിസ്റ്റാ? NSSൻ്റെ താലൂക്ക് പ്രസിഡൻ്റ് അല്ലേ അദ്ദേഹം? നിങ്ങളുടെ പ്രതിനിധിയായിട്ട് അദ്ദേഹം അവിടുത്തെ സഹകരണ ബാങ്കിലെ ഡയറക്ടർ ബോർഡ് മെമ്പറല്ലേ? അദ്ദേഹം വേണ്ടി ഈ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി, നിങ്ങളുടെ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി വല്ലതും വന്ന് പറയുമോ? അദ്ദേഹമായി 40 ലക്ഷം രൂപ അവസാനം കൊടുക്കുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയെ കണ്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല, കമ്പനി തട്ടിപ്പ് കമ്പനിയല്ല, കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് 164 സ്റ്റേറ്റ്മെൻറ്റിൽ പത്തനംതിട്ട കോടതിയിൽ അദ്ദേഹം മൊഴി കൊടുത്തില്ലേ? എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്? ഇത് ആരാ ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്? ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചതെല്ലാം സൗകര്യപൂർവ്വം എൻ്റെ സ്നേഹിതനെ ഒഴിഞ്ഞു മാറിക്കളഞ്ഞു. ഞാൻ പറയട്ടെ, സരിതയെ പത്തനംതിട്ട ജയിലിൽ നിന്ന് അട്ടക്കുളങ്ങര ജയിലിൽ കൊണ്ടുവരുന്ന വിവരം ഈ പൊതുജനത്തിന് ആർക്കെങ്കിലും അറിയുമോ? രാത്രിയിൽ രാത്രി തന്നെ പിറ്റേന്ന് IG എന്താ പറഞ്ഞിരിക്കുന്നത്? ജയിൽ DGP ആയിരിക്കുന്ന അദ്ദേഹം പറഞ്ഞത് 150-ൽ പരം വിശിഷ്ട വ്യക്തികൾ സരിതയെ കാണാൻ വന്നിരിക്കുന്ന നേരം വെളുത്തപ്പോൾ. എങ്ങനെ അറിഞ്ഞു? ഗവൺമെൻറ് എടുത്ത തീരുമാനം. ആരാ കാണാൻ വന്നത്? ആ വന്ന കൂട്ടത്തിൽ ഒരു കാറിൽ ആയുധങ്ങളും തോക്കുമായി സരിതയെ ആക്രമിച്ച് കൊലപ്പെടുത്താനാണോ ജയിലാക്രമിക്കാനാണോ എന്നറിയില്ല. അവർ വന്ന് അവിടുത്തെ വാച്ചൻ വാർഡ് ഈ ആയുധങ്ങളുമായി വന്ന വണ്ടിയും ഈ വന്നിരുന്ന ഗൂഢസംഘത്തെയും കണ്ടിട്ട് പോലീസിനെ വിളിച്ച് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഇതൊക്കെ ഞങ്ങളാരെങ്കിലും പറഞ്ഞതാണോ? പ്രതിപക്ഷം പറയുന്നതാണോ? അട്ടക്കുളങ്ങര ജയിലിൽ ഒരു സംഘം ആയുധങ്ങളുമായി എത്തി എന്ന് പറഞ്ഞത് അലക്സാണ്ടർ ജേക്കബാണ്. ഇവരുടെ ടെലിഫോൺ ഡീറ്റെയിൽസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് IG TJ ജോസ് ആണെന്ന് പറഞ്ഞത് സെൻകുമാറാണ്. ഇങ്ങനെ മൊഴി കൊടുക്കൂ എന്ന് പറയുന്നത് തമ്പാനൂർ രവിയാണ് തലേ ദിവസം വിളിച്ചിട്ട്. ഇതൊക്കെ ചേർന്ന് വരുമ്പോഴാണ് മുഖ്യമന്ത്രിക്ക് ഭയപ്പെടാൻ വലുതായിട്ടുണ്ട് ചില കാര്യങ്ങൾ എന്നതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് എന്ന് പൊതുജനം കണക്കാക്കുകയില്ല. എങ്ങനെയാണ് വിശ്വസിക്കുക താങ്കളെ? ഒന്ന്, ഞാനിവിടെ നിങ്ങൾ പറയുന്നത് നിശബ്ദമായി കേട്ടിരിക്കണോ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇടപെടാതെ കേൾക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഏതായാലും ഇതിന് മറുപടി പറയാം. ഈ ഡിബേറ്റ് അങ്ങനെയാണ് പോകുന്നത്. വളരെ സനീഷിനെ പോലെയുള്ള ആൾ കൊണ്ടുപോകുന്ന ആ രീതിയിലാണ്, അത് പറയാതിരിക്കാൻ വയ്യ. ഒന്ന്, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ഈ പറഞ്ഞതായിരിക്കുന്ന ചോദ്യത്തിന്റെ മറുപടി പറയാം. അതിന്റെ കൂടെ നിങ്ങൾ ഉന്നയിച്ച കുറെ ആരോപണങ്ങളുണ്ട് കേരളത്തിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട്. ടീം സോളാറിനെ എമർജിംഗ് കേരളയിൽ ഉൾപ്പെടുത്താൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കത്ത് കൊടുത്തു. തെളിയിക്കാൻ നിങ്ങൾക്ക് പറ്റിയോ? 2, മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ സോളാർ പാനൽ സ്ഥാപിച്ചത് ടീം സോളാറാണ്. ആണോ? തെളിയിക്കാൻ പറ്റിയോ? ഇല്ല. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ടീം സോളാറാണ് സോളാർ പാനൽ തെളിയിക്കാൻ പറ്റിയോ? ഇല്ല. മുഖ്യമന്ത്രിയുടെ മകൻ ചാണ്ടി ഉമ്മന് ബാലരാമപുരം സബ് രജിസ്ട്രാർ ഓഫീസിന്റെ കീഴിൽ സരിതാ നായരുടെയും ബിജു രാധാകൃഷ്ണന്റെയും കൂടെ 2 ഏക്കർ ഭൂമി ഉണ്ടെന്ന് പറഞ്ഞു കേരളത്തിൽ പ്രതിപക്ഷം. തെളിയിക്കാൻ പറ്റിയോ? CD നിങ്ങൾ കൊണ്ടുവന്നു. CD ആരോപണത്തിന്റെ പേരിൽ നിങ്ങൾ അന്ന് വലിയ ആവേശത്തിൽ അടിയന്തര പ്രമേയം നിങ്ങൾ അവതരിപ്പിച്ചു. അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതിന് ശേഷം നിങ്ങൾ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടതായിരിക്കുന്ന ഗതികേട് വന്നില്ലേ? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കത്ത് കൊടുത്തു എന്ന് പറഞ്ഞു. കത്ത് ഉമ്മൻചാണ്ടി കൊടുത്തില്ല എന്ന് പറഞ്ഞു. അത് നിങ്ങൾ വിശ്വസിച്ചോ? തെളിയിക്കാൻ പറ്റിയോ? നിങ്ങൾ പറഞ്ഞ ഏത് ആരോപണ ഇവിടെ തെളിയിക്കാൻ പറ്റിയേ? ഇപ്പോ ഞാൻ ചോദിക്കുന്നു, ഇപ്പൊ നിങ്ങൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ അതിനേക്കാൾ ഗുരുതരമായ ഒരു സംഭവം പറയാം. ശ്രീ PC ജോർജ്, ഞങ്ങൾക്ക് ഞാൻ വരുന്നത് നേരത്തെ ഫസ്റ്റിൽ സനീഷ് ചോദിച്ച ചോദ്യത്തിലേക്കാ. PC ജോർജ് ഇന്ന് ഞാൻ ഉച്ചക്കൊരു ഡിബേറ്റിൽ പങ്കെടുത്തപ്പോ PC ജോർജിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചയായി നിങ്ങൾ സരിതാ നായരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, സരിതയുടെ വക്കീലിനെ വിളിച്ചുകൊണ്ടിരിക്കുക. എന്താണ് നിങ്ങൾക്ക് ഇത്ര വലിയ താല്പര്യം? അദ്ദേഹം പറഞ്ഞു, ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇല്ല എന്ന് PC ജോർജ് നിഷേധിക്കട്ടെ. ഞാൻ ചോദിച്ചപ്പോൾ PC ജോർജ് മറ്റൊരു കാര്യം പറഞ്ഞു. ഇത് നിങ്ങളല്ല ഓപ്പറേറ്റ് ചെയ്തത്. ഞാൻ സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്തത്. ഞാൻ ചോദിക്കുന്നു, ഈ ഓപ്പറേഷന്റെ പിറകിൽ പ്രവർത്തിച്ചവർ ഞങ്ങളാണ് എന്ന് PC ജോർജും ഇടതുപക്ഷത്തിലെ ചില ആളുകളും നേതൃത്വം കൊടുത്താണ് എന്ന് പറയുമ്പോ ഞങ്ങൾ ചോദിക്കുന്നു, അതിന്റെ ഉത്തരവാദി ആരാ? ഞങ്ങളാണോ? ഞാൻ ചോദിച്ചല്ലോ, 50 ലക്ഷം എന്ന് സനീഷ് പറഞ്ഞല്ലോ. 10 കോടിയാണ് വാഗ്ദത്തം ചെയ്തത് എന്ന് സരിതയുടെ വാട്സപ്പിൽ, സരിത നേരിട്ട് പറയുന്ന സംഭാഷണത്തിന്റെ വാട്സപ്പാ. ഇന്ത്യ ടുഡേയിൽ അവരുടെ ലേഖന മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ. അതാണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന നാടകം. പിന്നെ പറഞ്ഞല്ലോ, തമ്പാനൂർ രവി എന്തുകൊണ്ട് വിളിച്ചു? തമ്പാനൂർ രവി അങ്ങോട്ട് വിളിച്ചതല്ല,
തമ്പാനൂർ രവിയെ ഇങ്ങോട്ട് വിളിച്ചതാണ്. തമ്പാനൂർ രവിയെ ഇങ്ങോട്ട് വിളിച്ചപ്പോ തമ്പാനൂർ രവി കേസിന്റെ കാര്യം ചോദിച്ചു. സ്വാഭാവികമാണ്. കേസിന്റെ കാര്യം ചോദിച്ചപ്പോ തമ്പാനൂർ രവി അഭിപ്രായം പറഞ്ഞത് എന്താ? മുഖ്യമന്ത്രി 3 തവണ കണ്ടു, ചില കാര്യങ്ങൾ മുഖ്യമന്ത്രി തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു, അതനുസരിച്ച് മൊഴി കൊടുക്കണം എന്ന് പറഞ്ഞു. എന്താ? സത്യസന്ധമായി മുഖ്യമന്ത്രി പറഞ്ഞതായിരിക്കുന്ന മൊഴി അനുസരിച്ച് തന്നെ സത്യസന്ധമായി മൊഴി കൊടുക്കണം എന്നാണ് അതിന്റെ അർത്ഥം. അതല്ലാതെ ജയരാജൻ പറഞ്ഞതുപോലെ 10 കോടി രൂപ കൊടുത്ത് മുഖ്യമന്ത്രിയുടെ പേര് പറയണമെന്ന് പറഞ്ഞ ഏർപ്പാടല്ല തമ്പാനൂർ രവി ചെയ്തത്. തമ്പാനൂർ രവി ചെയ്തത് മുഖ്യമന്ത്രി പറഞ്ഞ സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങൾ വായിക്കണം. ഞാൻ തിരിച്ചു വരാം. ശ്രീ സിദ്ദിഖ്, താങ്കൾക്ക് ആവശ്യത്തിന് സമയം തന്നുവല്ലോ. ശ്രീ ആനന്ദലവട്ടം മാനന്ദൻ, അതിന് മറുപടി ഉണ്ടോ? അതാണ് നിന്റെ അർത്ഥം. അല്ല, സിദ്ദിഖ് പറയുന്ന കേസ് ഈ ആളുകൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ 10 കോടി രൂപ ജയരാജൻ കൊടുക്കാമെന്ന് പറഞ്ഞ സരിത പറഞ്ഞത് അത് സത്യസന്ധമാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ 1.25 കോടി രൂപ ഞാൻ 1,90,00,000 രൂപ മുഖ്യമന്ത്രിക്ക് കൊടുത്തതെന്ന് പറയുന്നതിനെ അവിശ്വസിക്കുന്നു. ഇത് രണ്ടും കൂടെ എങ്ങനെയാ പൊരുത്തപ്പെടുക? ഒരു കാര്യം ചെയ്യൂ, 10 കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇത് കൊടുക്കാമെന്ന് പറഞ്ഞതിന് സരിത ഇങ്ങനെ ഒരു കളവാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കോ? ഞങ്ങൾ ആ വെല്ലുവിളി സ്വീകരിക്കുന്നു. നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കും. ഞാൻ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് എന്താ മറുപടി പറയാഞ്ഞത്? ഒന്ന്, ഞാൻ ചോദിച്ച ചില ചോദ്യങ്ങൾ ആവർത്തിക്കണോ? ഞാൻ ചോദിച്ച കുറേ ചോദ്യങ്ങൾ ചോദിച്ച് സിദ്ദിഖ് മിണ്ടുന്നില്ല. എന്തിനാണ് ഈ ഫോൺ കാൾ രജിസ്റ്റർ മുഴുവൻ നിങ്ങളുടെ ഒരു IG നശിപ്പിച്ചത്? എന്തിനാണ് ഇവിടെ തോക്കുമായും ആയുധങ്ങളുമായും നേരം വെളുത്തപ്പോൾ 150 ആളുകൾ കാണാൻ വന്ന്? ആർക്കറിയാം സരിതയെ സട്ടക്കുളങ്ങളിൽ നിന്ന് അല്ല പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ മാറ്റുന്ന വേറെ ആർക്കെങ്കിലും അറിയാമോ? എഴുതിയ കത്ത് IG ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് പോകേണ്ടി വരും. വീണ്ടും അതിലേക്ക് തന്നെ പോകേണ്ടി വരും. ശ്രീ ആനന്ദലവട്ടം മാനന്ദൻ, തിരിച്ചു വരാം. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? അഡ്വക്കേറ്റ് കെ രാംകുമാർ മുഖ്യമന്ത്രിക്കെതിരായി ഇതുവരെ പണം കോഴ നൽകിയെന്ന ആക്ഷേപം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പുതുതായ ഒരു ആക്ഷേപം ഉണ്ടായിരിക്കുന്നു എന്നതാണല്ലോ രാഷ്ട്രീയ സാഹചര്യം. ഏത് നിലക്ക് പുതുതായുള്ള നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വരും? മാത്രം വക്കാലത്തുമായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഒരു നിമിഷം ആനന്ദൻ, ശ്രീ ആനന്ദവട്ടം മാനന്ദൻ, ഒരു നിമിഷം. അഡ്വക്കേറ്റ് കെ രാംകുമാർ, പുതിയ ആരോപണം മുഖ്യമന്ത്രിക്കെതിരായി സോളാർ കമ്മീഷന് മുമ്പിലാണെങ്കിലും പുതിയ ആരോപണം വന്നിരിക്കുന്നു. ഏത് നിലക്കാണ് ഇനി അങ്ങോട്ടുള്ള നിയമ നടപടികളെ ഇത് സ്വാധീനിക്കുക? അഡ്വക്കേറ്റ് രാംകുമാർ, താങ്കളോടായിരുന്നു ചോദ്യം. ഏത് നിലക്കാണ് ഇനി അങ്ങോട്ടുള്ള നിയമപരമായിട്ടുള്ള മുന്നോട്ട് പോക്ക്? സനീഷ്, വ്യക്തമല്ല ചോദ്യം. പുതിയൊരാക്ഷേപം, അതായത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പണം കൈമാറിയിട്ടുണ്ട്, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വേണ്ടി പണം നൽകിയിട്ടുണ്ട് എന്നത് പുതിയ ആക്ഷേപമാണ്, പുതിയ ആരോപണമാണ്. ഇതുവരെ അവർ പറയാത്ത കാര്യമാണ്. അങ്ങനെ ഒരു ആക്ഷേപം പുതുതായി വന്ന സാഹചര്യത്തിൽ ഏത് നിലക്കാണ് നിയമപരമായി മുന്നോട്ട് പോവുക ഇനിയുള്ള കാര്യങ്ങൾ? അത് കമ്മീഷൻ തീരുമാനിക്കുമല്ലോ. ഈ കമ്മീഷന് മുമ്പാകെ സത്യബോധപ്പെടുത്തി ഒരു സാക്ഷി പറയുന്ന കാര്യങ്ങൾ സ്വീകരിച്ചു കൊള്ളണമെന്ന് നിയമം ഒരു സ്ഥലത്തും പറയുന്നില്ല. കമ്മീഷൻ അത് വിലയിരുത്തി മറ്റ് സാക്ഷികളുടെ മൊഴികളുമായി താരതമ്യപ്പെടുത്തി അതിനെക്കുറിച്ചൊരു വിലയിരുത്തൽ നടത്തി സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കാം. ഇപ്പോൾ സരിതയോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ അത് ശരിയാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാരണം അത് തീരുമാനിക്കാനുള്ള അധികാരം, അവകാശം, ഉത്തരവാദിത്വം കമ്മീഷനാണ്. അതിനാണല്ലോ കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷെ കമ്മീഷൻ്റെ മുമ്പാകെ ഇന്ന രീതിയിൽ മൊഴി പറയണമെന്ന് ഭയപ്പെടുന്ന ആളുകൾ എന്തിനാ ഈ രാജ്യത്തുണ്ടാവുന്നത്? അവർക്കെന്തോ നഷ്ടപ്പെടാനുണ്ടായിട്ടല്ലേ? എന്താണോ നഷ്ടപ്പെടാനുള്ളത്? രാജ്യത്തിലെ ജനങ്ങൾക്ക് അറിയണ്ടേ, കമ്മീഷന് അറിയണ്ടേ? അപ്പോൾ മൊഴി ഇന്ന രീതിയിൽ പറയണം. ഒരു കാര്യം സനീഷ് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ല എന്ന് പറയുന്നൊരു എഴുത്തിനെ കുറിച്ച് പോലും ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞു. അതിന് സരിത മറുപടി പറയുന്നത് അതിനെനിക്ക് സ്റ്റേ ഉണ്ട്. അപ്പോൾ ആ എഴുത്ത് ഹാജരാക്കോ എന്നുള്ള ഭയം കൂടി ഈ ഫോൺ സംഭാഷണം നടത്തിയ ആളുകൾക്കുണ്ടായിരുന്നു. ഇതിൽ നിന്നൊക്കെ എന്താ വ്യക്തമാകുന്നത്? ആർക്കൊക്കെയോ എന്തൊക്കെയോ മറച്ചു വെക്കാനുണ്ട് ഈ രാജ്യത്തെ ജനങ്ങളിൽ നിന്ന്. ആ സത്യം കമ്മീഷൻ കണ്ടുപിടിക്കട്ടെ. തീർച്ചയായും ഉത്തരവാദിത്തം അതാണല്ലോ. അതിനു മുമ്പ് ശ്രീ ടി സിദ്ദിഖ് വളരെ നിഷ്കളങ്കമായി തനിക്ക് പറയാനുള്ള കാര്യം കേൾക്കുക മാത്രമാണ്, സരിതയ്ക്ക് പറയാനുള്ള കാര്യം കേൾക്കുക മാത്രമാണ് തമ്പാനൂർ രവി ചെയ്തത് എന്ന് പറഞ്ഞതുകൊണ്ട് ആ സംഭാഷണം ഒന്നുകൂടെ കേൾക്കേണ്ടതുണ്ടല്ലോ. അതിലേക്ക്
ആ ഓക്കെ ഓക്കെ, അത് നാളെ എടുക്കുമെന്ന് പറഞ്ഞു. മൊഴി എടുക്കും. മറ്റേ ക്രോസ് വരുന്നത് ബിജുവിന്റെ. മനസ്സിലായി സാറേ. നാളെ രാവിലെയാണ് സാറേ. ഞാൻ മൊഴി എടുക്കുന്ന കാര്യം പറഞ്ഞ് മൊഴി എടുക്കാൻ കയറും. നാളെ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന അനുസരിച്ച് നമുക്ക് അങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ നോക്കിക്കോളാം. അല്ലാതെ തന്നെ ഏതോ ഒരു ഓൺലൈനിൽ ഫുള്ള് കൊടുത്തിട്ടുണ്ട് സാറ് സംസാരിച്ച് ക്രോസ് എല്ലാം. ഓക്കെ 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 സാറേ. ശരി സാറേ. ഇതിപ്പോൾ അങ്ങോട്ട് വിളിച്ച് വളരെ നിഷ്കളങ്കമായി കാര്യങ്ങളെക്കുറിച്ച് അറിയുകയല്ലോ ശ്രീ ടി സിദ്ദിഖ്. അവർ വിളിക്കുകയാണെങ്കിലും അദ്ദേഹം മൊഴി എന്താണ് പറയേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. മാതൃഭൂമി പത്രത്തിൽ മുഴുവൻ വിവരങ്ങളുണ്ട്. അത് തെറ്റിപ്പോകരുതെന്ന് പറയുകയല്ലേ ചെയ്യുന്നത്. ഒന്ന്, സരിത അങ്ങോട്ട് തമ്പാനൂർ രവിയെ വിളിച്ചതാണ് എന്ന് തമ്പാനൂർ രവി പറഞ്ഞിട്ടുണ്ട്, സരിത നായരും പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇതിൽ തമ്പാനൂർ രവി പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രി കൊടുത്തതായിരിക്കുന്ന മൊഴികൾ ഇന്നതാണ്. ആ മൊഴികൾ വായിക്കണം, ആ മൊഴികൾ മനസ്സിലാക്കണം. അത് സത്യസന്ധമായ മൊഴികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത് എന്നുള്ളത് മാത്രമല്ല, ഞങ്ങൾ ഒരു കാര്യം 2 ആഴ്ചയായി സനീഷെ കേട്ടുകൊണ്ടിരിക്കുക. എന്താ, ഇവർ UDF നിന്ന് പോയതായിരിക്കുന്ന ആളുകൾ ഒരു ഭാഗത്ത്, CPM-ന്റെ ആളുകൾ, കേരളത്തിൽ ബാറുകാർ. ഒരു നിമിഷം ശ്രീ സിദ്ദിഖ്, അടുത്ത രാംകുമാർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം കൂടെ ഉണ്ട്. ഉണ്ടെന്ന് സരിത സമ്മതിക്കാത്ത ആ കത്ത് എന്താണ് ചെയ്യുക, അത് സംബന്ധിച്ച് എന്താണ് പറയുക എന്ന് കൂടെ തമ്പാനൂർ രവി ചോദിക്കുന്നുണ്ടല്ലോ. ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടാകണം എന്ന നിലക്കല്ലേ തമ്പാനൂർ രവി ഈ കാര്യം പറയുന്നത്? അല്ല, ഞാനൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ സനീഷിനെ കയറി ഇടപെടല്ല. അല്ല, ആ സംശയം പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്താൻ വേണ്ട ബുദ്ധിമുട്ട് സനീഷുണ്ടോ? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ സനീഷിന് അത് ജനങ്ങൾ കേൾക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? അതായത് അഡ്വക്കേറ്റ് രാംകുമാർ പറയുകയാണ്, ശ്രീ സിദ്ദിഖ്, അഡ്വക്കേറ്റ് രാംകുമാർ പറയുകയാണ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഉണ്ടെന്ന് സമ്മതിക്കാത്ത കത്തിനെ കുറിച്ച് പരസ്പരം ഉഭയസമ്മത പ്രകാരം സമ്മതിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് ഇരുവരുമെന്ന്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അതിന് മറുപടി വേണം. അപ്പോൾ താങ്കൾ പറയുന്ന പോലെ നിഷ്കളങ്കമായി അങ്ങ് പോകാൻ പറ്റില്ല. ഇല്ല, ഞാൻ രാംകുമാറിനോട് ചോദിക്കുന്ന ചോദ്യം ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ല. രാംകുമാർ ഇങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യം മാത്രമേ സനീഷിന് പ്രധാനമുള്ളൂല്ലോ. ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് പൂർത്തീകരിച്ചോട്ടെ, എന്നിട്ടൊന്ന് പറഞ്ഞോട്ടെ. സനീഷിന്റെ ഇടപെടല് വളരെ മോശമായി മാറിപ്പോകുന്നുണ്ട്. പ്രേക്ഷകർക്കൊക്കെ കേട്ടോട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഞങ്ങൾ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കേട്ടുകൊണ്ടിരിക്കുക. എന്താ? കേരളത്തിലെ മദ്യമാഫിയ, കേരളത്തിലെ CPM നേതാക്കന്മാർ, കേരളത്തിലെ PC ജോർജ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തേക്ക് വഴിമാറിയതായിരിക്കുന്ന ആളുകൾ സരിത നായരെ ബന്ധപ്പെടുന്നു, സരിതയുടെ വക്കീലിനെ ബന്ധപ്പെടുന്നു. ഇതിൽ അവർക്ക് പ്രൊട്ടക്ഷൻ ഫീലിംഗ് കൊടുത്ത് ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ പേര് പറയിപ്പിക്കാനുള്ള വലിയ ശ്രമം നടത്തി. അതാണ് സരിത നേരത്തെ പറഞ്ഞത്. 10 കോടി നൽകിയാൽ ഞാൻ പേര് പറയണം എന്നുള്ള ജയരാജന്റെ ആവശ്യം സരിത തന്നെയാ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത്, ഇന്ത്യ ടുഡേയോട് പറഞ്ഞത്. ഞാൻ ഇടപെടുകയാണ് ശ്രീ സിദ്ദിഖ്. താങ്കൾ വല്ലാതെ ഇതിനെ കൊണ്ടുപോകുന്നതിൽ വിജയിച്ചിരിക്കുന്നു. ശ്രീ അനന്തരവട്ടം ആനന്ദൻ, ഇത്തരം കാര്യങ്ങൾ പറയാനുണ്ട് അവർക്ക്. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അല്ല, സരിത പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? എനിക്ക് 2 മക്കളുണ്ട്. ആ 2 മക്കളെ എനിക്ക് നോക്കണം. ആ 2 മക്കളെ നോക്കാൻ കിട്ടിയത് ഇവരുടെ കയ്യിൽ നിന്നാ. ആ കിട്ടിയതും കൊണ്ട് ഇവര് നടക്കട്ടെ. സിദ്ദിഖ്, നീ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു സമനില പറ്റിയാണ്. ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സിദ്ദിഖിന് കഴിയില്ല. വേറെ ചില കാര്യങ്ങൾ പറഞ്ഞ് ഇതിനെ തമസ്കരിക്കാനാണ് നോക്കുന്നത്. ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിദ്ദിഖിന്റെ ഈ പീഡനം ശരിയല്ല. ഏതാണ്? ഒന്നിനും നിങ്ങൾ മറുപടി പറഞ്ഞില്ല. ഞാനും അതേപോലെ തന്നെ മിസ്റ്റർ രാംകുമാറും അഡ്വക്കേറ്റ് രാംകുമാറും കുറേ കാര്യങ്ങൾ ഈ ചർച്ചയിൽ ഉന്നയിച്ചു. ഒരെണ്ണത്തിന് പോലും നിങ്ങൾ മറുപടി പറയാതെ നിങ്ങൾ അതിനും പുറമെ കുറേ പുതിയ കാര്യങ്ങൾ പറഞ്ഞു. എത്രയോ തവണ ചർച്ച ചെയ്ത് കളഞ്ഞതാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ 50 കോടിയോ 10 കോടിയോ ഒന്നും നിയമത്തിന് കൃത്യമായിട്ടുള്ള തെളിവുകളിലൂടെ തെളിവുപരമായി നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്കും സിദ്ദിഖിനും ഒക്കെ ഇങ്ങനെ വാദിച്ചു നിൽക്കാനുള്ള സംഗതികൾ ഈ കേസിലുണ്ടോ? ഇതിനകം
ഈ കോൺഗ്രസ് അഡ്വക്കേറ്റ് രാംകുമാർ. ഗണേഷ് കുമാറിനെയും ഒക്കെ കൂട്ടിങ്ങേറ്റ് നിങ്ങൾ ഈ മാന്യന്മാരെ അപരാധിക്കാൻ വേണ്ടി വ്യാജ പ്രചരണം നടത്തിയ കേരളത്തില് എന്നിട്ട് 10 കോടി കൊടുത്തിട്ട് സിദ്ദിഖൊന്ന് പറഞ്ഞ് എന്നെ അവസാനിപ്പിച്ചോട്ടെ. അഡ്വക്കേറ്റ് രാംകുമാർ താങ്കൾക്ക് പറയാം. അത് സരിത കൊള്ളാം. അഡ്വക്കേറ്റ് രാംകുമാർ താങ്കൾക്ക് പറയാം. ഗുരുതുല്യനാണ് ഉമ്മൻചാണ്ടി എന്ന് സരിത പറഞ്ഞപ്പോൾ സരിത കൊള്ളാം. ഇപ്പോ എന്റെ 1,90,00,000 രൂപ വാങ്ങിയിട്ടുണ്ട്. സനീഷ, ഇതിന്റെ അടുത്ത് കൊടുക്കാൻ ചോദ്യം ഒന്ന് ദയവ് ചെയ്ത് പറഞ്ഞപ്പോൾ ആവർത്തിക്കൂ. സരിത ചോദ്യം മോശം. ഇത്രയേ ഉള്ളൂ അഡ്വക്കേറ്റ് രാംകുമാർ. രാഷ്ട്രീയമായി ചർച്ചകളെ ഇങ്ങനെ തെരുവിലിട്ടും ടെലിവിഷൻ ചാനലിലിട്ടും തിരിച്ചും മറിച്ചുമൊക്കെ കൊണ്ടുപോകാം, വലിയ ബഹളം ഉണ്ടാക്കാം. പക്ഷേ നിയമത്തിന് അതല്ലല്ലോ വഴി, നേരായ വഴിയാണ്. അതിന് തെളിവും മറ്റു കാര്യങ്ങളുമാണ് നോക്കേണ്ടത്. ആ അർത്ഥത്തിൽ ഈ മൊഴികളെല്ലാം തമ്മിലുള്ള കൂടിച്ചേരൽ എത്രമാത്രം നിയമപരമായി ശരിയാണ്? സരിത നൽകിയിരിക്കുന്ന ഇന്നത്തെ മൊഴി മറ്റ് സാഹചര്യ തെളിവുകളുമായി മറ്റു മൊഴികളുമായി ചേർന്ന് നിൽക്കുന്നതാണോ? അതെ, അത് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന സ്ഥാനത്താണ്. അതിനാണുള്ള കമ്മീഷനെ വെച്ചിരിക്കുന്നത്. കമ്മീഷന് മുമ്പാകെ വരുന്ന സാക്ഷികൾ എത്രമാത്രം വിശ്വസ്തരാണ്, അവരെ എത്രമാത്രം വിശ്വസിക്കാം, എത്ര മൊഴി നിരാകരിക്കാം, ഇതിനുള്ള അധികാരം കമ്മീഷനുണ്ട്. അത് നമ്മളിവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട. ഇപ്പോൾ KPCC പ്രസിഡന്റ് പറഞ്ഞു സരിത പറയണത് അവിശ്വസനീയമാണ്, അദ്ദേഹത്തിൻ്റെ ചുമതലയാണത്. അങ്ങനെയാണ് പിന്നെ എന്തിനാണ് കമ്മീഷനെ വെച്ചത്? അത് ഇപ്പോഴത്തെ ഒരു ഫാഷനാണ്. വിജിലൻസിനോട് കേസ് ചാർജ് ചെയ്യാൻ പറയുക, ചാർജ് ചെയ്ത പ്രതികൾ നിരപരാധികളാണെന്ന് വിജിലൻസിൻ്റെ ചാർജുള്ള മന്ത്രി തന്നെ പറയുക. ഇത് ശരിയാണോ? വളരെ വളരെ നന്ദി അഡ്വക്കേറ്റ് രാംകുമാർ. ഞാൻ ഇടപെടുന്ന സമയക്കുറവുകൊണ്ടാണ്. ശ്രീ ആനത്തലവട്ടമാനന്ദൻ, ശ്രീ ടി സിദ്ദിഖ്, അഡ്വക്കേറ്റ് രാംകുമാർ, ശ്രീ എ സജീവൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.